ദീപക് മരിച്ചു. ഐ ആം സോ ഹാപ്പി. അപ്പൊ നിങ്ങൾ നെട്ടിയിരിക്കുമല്ലോ ഞാനെന്താ ഇത്രയും ഹാപ്പിയെന്ന്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവരെ പോലുള്ള നായകൾ മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ ക്രിമിനൽ മരിച്ചു, വിക്ടിം വിജയിച്ചു. വിക്ടിം വിജയിച്ചില്ല. നാണം കെട്ട കുറെ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ ഹലോ ഗൈസ്, അപ്പം ആദ്യം തന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ കാണുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് മാറ്റുക. കാരണം ഞാൻ ഈ വീഡിയോയിൽ നല്ല പൊളിച്ച തെറി പറയും. അതിപ്പോൾ എൻ്റെ വീട്ടുകാർ കാണുമായിരിക്കും, എൻ്റെ നാട്ടുകാരൊക്കെ കാണുമായിരിക്കും ഇവൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. പക്ഷേ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവും ഇവനെ തെറി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. സോ നല്ല രീതിയിൽ തെറി പറയുന്നത് കൊണ്ട് നിങ്ങളുടെ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തുക. ഈ തെറി പറയുന്നതിൽ എനിക്ക് ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം ഇവനെപ്പോലുള്ള തെണ്ടികളെ തെറി പറഞ്ഞെന്നുള്ള സന്തോഷത്തോടെ ഞാൻ വീഡിയോ തുടങ്ങട്ടെ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകും. ഐ ആം സോ ഹാപ്പി. അപ്പൊ നിങ്ങൾ നെറ്റിയിരിക്കുമല്ലോ ഞാനെന്താ ഇത്രയും ഹാപ്പിയെന്ന്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷം. യെസ്, ഇവൻ ഒരുപാട് സന്തോഷമാണ്. ദീപക്കേട്ടൻ മരിച്ചതിൽ വളരെ 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 സന്തോഷിക്കുന്ന ഒരു നാറിയാണ് ഇവൻ. എന്തുകൊണ്ടെന്നാൽ ഇവൻ്റെ തന്ത ഇന്നലെ വടിയായി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടൻ്റെ ഡാഡിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടാ, ഇനിയും ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റിനെ ഭൂമിയിലോട്ട് ഇറക്കി വിടാതിരിക്കാൻ സേഫ്റ്റി യൂസ് ചെയ്യുക. അല്ലാതെ പക്ഷം വിക്ടിമാണ് എപ്പോഴും മരിക്കാറും ക്രിമിനലാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാറും. ഈ ഇവൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. ഇവിടെ പല വിക്ടിംസും ജീവിതം അല്ലെങ്കിൽ ജീവൻ അവസാനിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ വിക്ടിം എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഇവൻ പറയുന്ന വിക്ടിം എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടും ഇപ്പോൾ നല്ല റീച്ച് കിട്ടുന്ന ഒരു കണ്ടന്റ് ഇതായതുകൊണ്ടും നെഗറ്റീവായ രീതിയിൽ നിനക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണോ പരനാറി നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഉള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. ചെയ്ത തെറ്റ് കുറ്റബോധം കാരണം അയാൾ മരിച്ചു. അതെ, അതിനെ മൊത്തം കേരളം ഭയങ്കര പുന്നാരക്കുട്ട, കേരളത്തിലുള്ള എല്ലാ മനുഷ്യനും അറിയാം അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത്. നിന്നെപ്പോലുള്ള തെണ്ടികൾ കുറ്റപ്പെടുത്തത് കൊണ്ടാണ് ആ പുള്ളി മരിക്കേണ്ടി വന്നത്. മനസ്സിലായില്ലേ? നിന്നെപ്പോലെ ഒരു ബോധവും ഇല്ലാത്ത ഈ രണ്ടെണ്ണങ്ങൾക്ക് ജനിച്ച നിന്നെപ്പോലുള്ള നാറികൾ കാരണമാണ്. മനസ്സിലായോ? ദൈവത്തെ ഓർത്ത് നീ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല. ഡാഡി കുട്ടി ദുഃഖത്തിനാണ് മൊത്തം കേരളം ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേര്. എടാ പുന്നാരക്കുട്ട, കേരളം ദുഃഖത്തിലായതിന്റെ ഒരേ കാരണം ദീപക്കേട്ടൻ എന്ന നല്ല വ്യക്തി, പുള്ളി തെറ്റ് ചെയ്യാതെ പുള്ളി മരിച്ചതിലെ ദുഃഖം കേരളത്തിനുണ്ട്. അതുപോലെ ഇവളെ പോലുള്ളവളെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമവും കേരളത്തിലെ എല്ലാ മക്കൾക്കും ഉണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ അവളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം നമ്മുടെ നിയമവ്യവസ്ഥ സ്ത്രീകൾക്ക് എപ്പോഴും സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും അവൾ നൈസായിട്ട് അവളുടെ പിൻബലവും എല്ലാം യൂസ് ചെയ്ത് അവൾ ഇറങ്ങി വരും എന്നും. പക്ഷേ അവൾ ഇറങ്ങി വരാത്ത രീതിയിൽ പൂട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എല്ലാവരും വീഡിയോ ചെയ്ത് അവളെ ഇവിടം വരെ കൊണ്ടെത്തിച്ചെങ്കിൽ അവളെ പൂട്ടിക്കെട്ടാനും കേരളത്തിലുള്ള മക്കൾക്കറിയാം. മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെ വിചാരം. അത് നിങ്ങളുടെ മേലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക? അയാളെ കുറിച്ച് മരിച്ചു, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റും. അയ്യോ, അവൾ മരിച്ചില്ല, അയ്യോ. നീ എന്താ ആണോ കുട്ട? ആണോ ആണോ? കൊച്ചു കള്ളൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ആളെ വളയ്ക്കാൻ ഇറങ്ങിയേക്കുവാണോടാ കൊച്ചു കള്ളൻ. അഞ്ഞോട്ടാ, നീ അങ്ങനെ പറയോ? എടാ, ഇവനോടൊക്കെ എന്തുവാടെ പറയേണ്ടത്? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. ഇവനെയൊക്കെ എന്താ പറയേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇവനെ വിട്ടു തരികയാണ്. ഇവൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ പറ. ബാക്കി നമുക്ക് പറയട്ടാ. തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അത് മരിച്ചാലും ജീവിച്ചാലും എന്ത് ചെയ്താലും എടാ കുട്ട, തെറ്റ് ചെയ്താൽ തെറ്റാന്ന് നീ തന്നെ പറയാണല്ലോ. നീ തന്നെ പറ. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാനുള്ള മനസ്സുണ്ടാവണം. അത് നിനക്കില്ല. അവൾ തെറ്റ് ചെയ്തതിനെ നീ ന്യായീകരിച്ച് ഇപ്പുറത്തുള്ള പാവം ദൈവക്കേട്ടൻ്റെ തലയെ കൊണ്ടിടണ്ട. അയാൾ മരിച്ചാലും ഇല്ലായിരുന്നെങ്കിലും അയാൾക്ക് ന്യായം
എപ്പോഴും കിട്ടുമായിരുന്നു. എന്നാൽ അയാളുടെ ഒരു സെക്കൻഡ് ഇല്ലെങ്കിൽ ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു. മനസ്സിലായില്ലേ? നിങ്ങളെപ്പോലുള്ള നാരുകൾ അയാളെ പിച്ചി ചീന്തി കൊല്ലുന്നതിന് മുമ്പ് അയാൾ സ്വയമേ ജീവൻ ഒടുക്കിയതാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം നീ കാണിക്കണം. മനസ്സിലായില്ലേ? പിന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ്, അവൾ ഫെയിമിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നീ ഇതുപോലെ ഫെയിമിന് വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ പൊന്നു മോനെ നീ തീർന്നു. നമ്മൾ കാണാറ് വിക്ടിമാണ് മരിക്കാറും ക്രിമിനലാണ് എന്നെ ചെയ്യാറും. ഇവിടെ ക്രിമിനൽ മരിച്ചു, വിക്ടിം വിജയിച്ചു. വിക്ടിം വിജയിച്ചില്ല, നാണം കെട്ട വിക്ടിം വിജയിച്ചില്ല, നാണം കെട്ട കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിച്ചിരിക്കും. നീതി ലഭിച്ചു. ബട്ട് അയാളുടെ മരണം കാരണം അവർക്ക് നീതി ലഭിച്ചു. ബട്ട് എന്തായാലും ആശാന് ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. വേറൊന്നുമല്ല, വിൽക്കാൻ തുടങ്ങി. ബട്ട് 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 എന്തുകൊണ്ടാണ് ഈ ബട്ട് എന്നുള്ളത് നമുക്ക് വിശദമായി ചെക്ക് ചെയ്യാം. ആ സ്ത്രീ ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പൊന്നു സഹോദരാന്നും വിളിക്കാൻ തോന്നില്ല, പൊന്നു നാറി. നീ അപ്പം ഈ ബസ്സിലുള്ളവരൊന്നും പറയുന്നത് നീ കേട്ടില്ലേ? ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും പറഞ്ഞു അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. എന്തുകൊണ്ട് ആ സ്ത്രീ അവിടെയുള്ള ബസ് കണ്ടക്ടറിനോടോ ഇല്ലെങ്കിൽ അവിടെ ഇറങ്ങുന്ന സമയത്ത് പോലീസോ എന്തൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു, അവരോട് പോലും ഇയാളെക്കുറിച്ച് ഇയാൾ എന്നെ ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് ഈ വീഡിയോ അടക്കം തെളിവടക്കം എന്തുകൊണ്ട് കാണിച്ചില്ല? അപ്പം ചിലക്കരുത് നീ. ഇനി കാണാൻ പോകുന്ന വീഡിയോ ഒക്കെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അനുഭവിച്ച കുറെ വീഡിയോസ് ആണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഇതൊക്കെ ക്ലിയർ പ്രൂഫ് ഉള്ള വീഡിയോസ് ആണ്. ഇതിൽ പലതിനും ഇപ്പോഴും ജസ്റ്റിസ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയത് തന്നെ എല്ലാം സോൾവ് ചെയ്തിട്ട് വിട്ട കേസുകളാണ്. ഇതൊക്കെ കണ്ടോളൂ. ഇതാണ് ഇനിയുള്ള കാലത്തിന്റെ അവസ്ഥ. ഇനിയും നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ കേരളം മൊത്തം എടാ പുന്നാര മോനെ, ആ വീഡിയോയും നീ ഇപ്പം കാണിച്ച ഷിംജിതേൻ്റെ വീഡിയോയും എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കാനുള്ള ബോധം നിനക്കില്ല എന്ന് മനസ്സിലായി. പ്രതികരിക്കേണ്ട സ്ഥലത്ത് സ്ത്രീകൾ പ്രതികരിക്കും, മനസ്സിലായില്ലേ? അല്ലാതെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ല. ആദ്യം കണ്ട വീഡിയോ നീ കണ്ടായിരുന്നോ? അടിച്ച് ചെകിട് പൊട്ടിച്ച കണ്ടായിരുന്നോ? രണ്ടാമത്തെ വീഡിയോയിൽ ആ പെൺകുട്ടി ഇറങ്ങി വന്ന് ചെകിട് പൊട്ടിച്ച കണ്ടോ? ആ പെൺകുട്ടികൾ കാണിച്ച മനസ്സ് ഇവള് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ആ രണ്ട് വീഡിയോയും നീ എടാ പൊട്ട അവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ആ സമയത്ത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടി സപ്പോർട്ടായിട്ട് പുരുഷന്മാർ നിന്നിട്ടുമുണ്ട്. അല്ലാതെ ഇവളെപ്പോലുള്ള കപടമായിട്ട് കാണിക്കുന്ന ഒരാളെ കൊല്ലുന്ന രീതിയിലുള്ള വീഡിയോസ് സപ്പോർട്ട് ചെയ്യില്ല. ഫേക്കായിട്ട് വന്ന് ഫെയിം ആവാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവൻ കൊടുക്കുന്ന ഒരു വീഡിയോയും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല മോനെ. എനിക്കെതിരായി സംസാരിച്ചാലും എന്നെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നിയമപ്രകാരം എന്ത് ആക്ഷൻ എടുത്താലും കുഴപ്പമില്ല. ആ വീഡിയോ എടാ പരനാറി, നിനക്ക് ഫെയിം ആകാൻ വേണ്ടിയിട്ടാണ് നീ നെഗറ്റീവ് എന്ന രീതിയിൽ വന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള എല്ലാ ബോധവും എല്ലാ മനുഷ്യരും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിനക്ക് നെഗറ്റീവിൽ നിനക്ക് ദീപക്കേട്ടൻ്റെ കാര്യം പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ 4 തെറി പറയാൻ ആൾക്കാർ വരുമെന്നാണ് നിൻ്റെ ബോധം കൊണ്ടാണ് നീ ഈ വീഡിയോ ചെയ്തതെന്ന് സത്യസന്ധമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായില്ലേ? അതല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ തലയിൽ തലച്ചോറും ഇല്ല, നീ ഒരു മണ്ണബുദ്ധിയാണെന്നുള്ളത്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നുള്ളതാണ്, ഇല്ലെങ്കിൽ മനുഷ്യജന്മമല്ല നീ. ക്ലിയറായി കാണാം. ക്ലിയറായി കണ്ണടച്ചു നോക്കുന്നവനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നവനെ എണിപ്പിക്കാൻ പറ്റൂല എന്ന് പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ കണ്ണു തുറന്നിട്ടും എനിക്ക് അതിനകത്തൊരു തെറ്റ് മനസ്സിലായില്ല ചേട്ടാ. ചേട്ടൻ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞു തരിക. ആ വീഡിയോ സ്ലോ മോഷൻ ചെയ്ത്, അതായത് ഒരു ബാഗ് ഇങ്ങനെ നിനക്ക് പറ്റുകയാണെങ്കിൽ നീ ഒരു കയ്യിലൊരു ബാഗ് പിടിച്ചിട്ട്, മനസ്സിലായില്ലേ, ഇങ്ങനെ ഒന്ന് പൊക്കുക. അപ്പോൾ നിൻ്റെ ഈ മുട്ടില്ലേ, ഈ മുട്ട് ഇത് മടങ്ങാതെ, അതായത് ഇങ്ങനെ ഒന്ന് പൊക്കി കാണിക്കണം കേട്ടോ. മനസ്സിലായില്ലേ? തട്ടിയും മുട്ടി കണ്ണടച്ച് കണ്ടാൽ ഒരിക്കലും കാണത്തില്ല. That lady, I'm so happy to see.
ഇത്ര ഇമ്പ്രൂവ്മെന്റ് ആയത്. ഇല്ലെങ്കിൽ ആ ഓരോ സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് കുറെ പേര് പറയുന്ന ഒരു റീസൺ ആണ്. അപ്പൊ തന്നെ എന്താ റിയാക്ട് ചെയ്യാത്തത്? കേസ് കൊടുക്കാത്തത് എന്താ? കേസ് കൊടുത്താൽ എന്തൊക്കെ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാത്ത. കേസ് കൊടുത്താൽ നല്ലത്. ഓക്കെ. 2, ഇവിടെ കേസ് കൊടുത്ത ഇല്ലെങ്കിൽ ഇതുപോലെ അനുഭവിക്കുന്ന സ്ത്രീകൾക്കെതിരെ, ഇല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ അനുഭവിക്കുന്നവർ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേരളം. അല്ലാതെ ഇതുപോലെയുള്ള പുന്നാരമോളെ സപ്പോർട്ട് ചെയ്യാനല്ല. മനസ്സിലായില്ലേ? നീയൊക്കെ ഏത് ജന്മമായിരിക്കാം നിന്റെ അപ്പനുണ്ടായൊരു. ഈ കേസ് കൊടുത്ത ആളുടെ തലക്കാണ് ഇപ്പൊ തന്നെ കാണുന്നില്ല. ആ സ്ത്രീ അനുഭവിച്ചിട്ട് ആ സ്ത്രീയെയാണ് കേരളം മൊത്തം അറിയുന്നുണ്ട്. എടാ, കേരളം മൊത്തം അവളെ പറയുന്നത് അവളുടെ തന്തയില്ലാത്തരം കാണിച്ചതുകൊണ്ടാണ് അവളെ മൊത്തം പറഞ്ഞത്. ആദ്യം നീ അത് മനസ്സിലാക്കുക. 2, നിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പൊന്നവനെ. സത്യമായിട്ട് നിന്റെ ഉപ്പയ്ക്ക് പറ്റിയൊരു കയ്യബദ്ധമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. എൻ്റെ മോനെ, അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്ത തെറ്റ് ഒരിക്കലും ഇല്ലാണ്ടാകത്തില്ല. അയാൾ മരിച്ചതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷമമുണ്ട്. അയാൾ ചെയ്ത തെറ്റ്, അയാൾ മരിച്ചു എന്നുള്ളത് മാത്രമാണ്. അയാൾ ഇപ്പോഴും ജീവനോടെ വേണമായിരുന്നു. കാരണം നീയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അയാൾ തെറ്റ് ചെയ്തു. കേരളത്തിലെ എല്ലാ മനുഷ്യനും അറിയാം അയാൾ തെറ്റ് ചെയ്തില്ല എന്ന്. പിന്നെ നിന്നെപ്പോലെയുള്ള 2 തന്തയ്ക്ക് ജനിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. കാരണം എന്തറിയോ, നീ ഒന്നും നല്ലതായിട്ടുണ്ടതല്ല. അതാ മരിച്ചവൾ മരിച്ചു. ഇല്ലെങ്കിൽ ഈ സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ഈ വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഇയാൾ മരിച്ചത്. ഐ എം സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള നാണം കെട്ട ഇവൻ്റെ നാട് എവിടെയാണെന്ന് എനിക്കറിയില്ല. നാട് എവിടെയാണെന്നുള്ളൊരു ഇവനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണ കേസ്. ആക്ച്വലി എനിക്കറിയില്ല ഇവൻ എന്താണ്, മെൻ്റലി എന്തെങ്കിലും പ്രശ്നമുള്ള ഒരുത്തനാണോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ഇല്ലെങ്കിൽ റീച്ചിന് വേണ്ടി തന്നെയാണോ ഈ കുട്ടൻ വീഡിയോ ഇടുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. നിന്നെ എന്താ പറയേണ്ടതെന്ന് ബാക്കി പറ. ജീവങ്ങൾ മരിച്ചത് സന്തോഷം തന്നെയാണ്. ഇയാളെ പറഞ്ഞ് ഇനി എത്രയൊക്കെയോ സ്ത്രീകളുടെ ലൈഫ് ഹാപ്പിയായി. കുറെ പേര് അനുഭവിക്കും. എടാ പുന്നാര മോനെ, നീ കാണുന്നില്ലേ ദീപക്കേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന, ദീപക്കേട്ടന് വേണ്ടി സംസാരിക്കുന്ന എത്രയോ പെമ്പിള്ളേർ ഇല്ലെങ്കിൽ ലേഡീസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും സംസാരിക്കുന്ന സ്ത്രീകളാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത പൊട്ടൻ കിഴങ്ങാ. ഇതിലൂടെ തീർന്നു എന്ന് നിങ്ങൾ ഹാപ്പി ആവുക. ഐ ഡോണ്ട് നോ ഇവരുടെ ഫാമിലിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ ആം ഹാപ്പി. നാളെ നിന്റെ തന്തയ്ക്ക് ഇതൊന്നും വരുമ്പോൾ നീ തന്നെ പറയണം കുട്ടാ. നിന്റെ തന്ത ഇതുപോലെ വല്ല വീഡിയോയിലും പോയി പെട്ട് അങ്ങേരങ്ങാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ നീ പറയണം, എൻ്റെ തന്ത ആത്മഹത്യ ചെയ്തത് നന്നായി, കേരളത്തിലെ സ്ത്രീകൾക്ക് ആശ്വാസമായല്ലോ എന്ന് പറയണം. കേട്ടറാ? സത്യം പറയാലോ, ഇങ്ങനെയുള്ള നാളെട്ട വർഗങ്ങൾ ഇനി വേണ്ടെന്ന് തന്നെ പറയും. ഇങ്ങനെയുള്ള നരമ്പ് രോഗികൾ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായി നിങ്ങൾ കാണാം. കറക്റ്റ് കാണാം. ചേട്ടൻ്റെ വാ പൂട്ടിയിരിക്കുകയോ. ഞാൻ വേണേ കാണിച്ചതാ വാ. അതായത് ലൈക്ക് അവന് എന്താ പറയണ്ടേന്ന് അറിയാതെ അവൻ സ്റ്റക്കായി പോയിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കുറെ പറയുന്നുണ്ട്. അയാൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇവൾ അത്ര ക്ലിയർ ആയിട്ട് ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. എടാ പുന്നാര മോനെ, നിന്റെ അടുത്തൊരു കാര്യം പറയും. നീ ആ വീഡിയോ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ നോക്കിയാൽ നിനക്ക് കാണാം. ആ പുള്ളി ബാഗ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നത് നിനക്ക് അവിടെ കാണാം. 1, 2 അത് 2 സെക്കൻഡായിട്ടുള്ളൊരു വീഡിയോ ആണത്. അവൾ വലിച്ചു നീട്ടി 3 മിനിറ്റ് 4 മിനിറ്റ് അങ്ങനെ 4 സെക്കൻഡ് 5 സെക്കൻഡായിട്ട് വലിച്ചു നീട്ടിയത് സ്ലോ മോഷൻ ആക്കിയിട്ട്. അയാൾ ഇപ്പം നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മേത്ത് തട്ടും, നമ്മൾ സ്വാഭാവികമായിട്ടും തിരിഞ്ഞു നോക്കും. മനസ്സിലായില്ലേ? ആ ഒരു നോട്ടമാണ് ആ പുള്ളി നോക്കിയത്. പിന്നെ ആ ബാഗിൻ്റെ വള്ളി സൈഡിൽ നിന്ന് വീഴുന്നു. ആ ബാഗ് അവർ പിടിച്ചു വെച്ചേക്കുന്ന പോലെയും. പിന്നെ അത്രയും അവൾ മൂലയിൽ നിന്ന് അവൾ എന്തിനാ ഇപ്പുറത്ത് ഇവൻ്റെ അടുത്തേക്ക് വന്ന് മുട്ടി ഉരുമി നിന്നത്? അവൾക്ക് അത്രയും കംഫർട്ടബിൾ അല്ലായിരുന്നു. അവൾ വേറെ പുറത്ത് മാറി നിൽക്കില്ലായിരുന്നു. ചിലയ്ക്കാൻ നിൽക്കരുത് മെയിലെ. അപ്പോൾ അയാൾക്ക് കണ്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര മാത്രം നാണം കെട്ട ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. കുത്തിക്കൊല്ലാൻ ആരും ഇല്ലല്ലോ ഇഷ്ടം. ആ സ്ത്രീ പറയുന്നത് പോലെ തന്നെയാണ്. ധൈര്യത്തോടെ ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ. എടാ കുട്ട, ധൈര്യത്തോടെ അവൾ വന്നു, വീഡിയോ ഇട്ടു, ധൈര്യത്തോടെ മുങ്ങുകയും ചെയ്തു. അതാണ് ധൈര്യം.
ആ ഇട്ട വീഡിയോ മുക്കി അവളും മുങ്ങി. അവസാനം പൊക്കണ്ടി വന്നു. വച്ച് കള്ള. കേരളത്തെ ഇതേ ജനങ്ങളുടെ മെന്റാലിറ്റി കൊണ്ടാണ് ഇപ്പോഴും ഈ സ്ത്രീയെ പറയുന്ന ആൾക്കാരെ പോലത്തെ ആൾക്കാർ ഉണ്ടെന്ന് ധൈര്യം കൊണ്ട് തന്നെയാണ് അയാൾ ക്യാമറ കണ്ടിട്ടും അങ്ങനെ ചെയ്തത്. പൊന്നു സഹോദരനോട്, അയാൾ തെറ്റ് ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം തെറ്റ് ചെയ്തുകൊണ്ട് അവർക്കത് വലിയ കോപ്പില്ല എന്ന രീതിയിൽ അവർ മുന്നോട്ട് തന്നെ നിന്നേനെ. തെറ്റ് ചെയ്യാത്തത് കൊണ്ടും ഇതുവരെ ഇതുപോലത്തെ ഒരു പ്രശ്നത്തിൽ പോയി ചാടാത്തൊരു വ്യക്തി ആയതുകൊണ്ടും പുള്ളിക്ക് അത് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് മരിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ലാന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. തുടക്കത്തിൽ തന്നെ മനസ്സിലായൊരു കാര്യമാണ്. നീ ഇത് റീച്ചിന് വേണ്ടി നീ ചെയ്തതാണെന്ന് എല്ലാ മനുഷ്യനും അറിയാം. എന്തായാലും നിനക്കുള്ളത് വരുന്നു, പണി വരുന്ന അവറാച്ചാ. എന്നിട്ട് ഇയാളിങ്ങനെ കണ്ണിങ്ങനെ നോക്കുന്ന സീൻ ഇവിടെ വെച്ച് തരാം. നീ അവിടെ വെച്ച് തറ. നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ന്യായീകരണവും കൊടും കൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നാണുണ്ടോ? നിനക്ക് നാണം ഉണ്ടോടാ ഇവൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ? ഞാൻ നേരത്തെ വേറൊരുത്തന്നെ വീഡിയോ ചെയ്തപ്പം പറഞ്ഞതാ, ഒന്നെങ്കിൽ മുരിക്കുമുള്ളിൽ കയറിക്കോ, ഇല്ല ടാറിട്ട് റോട്ടിലിട്ട് ഇങ്ങനെ വരച്ചോ, നിനക്കൊക്കെ പറ്റിയ പണി അതാ. നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ അയാൾ മരിച്ചാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമോ? നിന്റെ തന്തയ്ക്കാ ഇത് സംഭവിച്ചെങ്കിൽ നീ അവളെ സപ്പോർട്ട് ചെയ്യോ, നിന്റെ തന്തനെ സപ്പോർട്ട് ചെയ്യോ? അവൻ ചേലയ്ക്കുന്ന കിടന്നിട്ട്. എടാ, സത്യസന്ധമായ കേസിനെ സത്യസന്ധമായിട്ട് എടുക്കാനുള്ള ബോധവും ബുദ്ധിയും കാണിച്ചാൽ നിനക്ക് നല്ലത്. ഇനിയിപ്പോ നാളെ ഈ സ്ത്രീ എവിടെയെങ്കിലും അവരുടെ ജീവൻ എടുത്താൽ ഷെയിംഫുൾ ടു സേ ഈ കേരളം മൊത്തം ഈ വീഡിയോ ആക്കി എല്ലാവരും മാപ്പ് പറയേണ്ടി വരും. ഞങ്ങൾ മാപ്പ് പറയില്ല. നീ മാപ്പ് പറഞ്ഞോ, ഞങ്ങൾ എന്തായാലും മാപ്പ് പറയാൻ റെഡി അല്ല കേട്ടോ. ഇവൻ മലയാളി അല്ലടേ. അവൻ്റെ ഒരു സംസാരം കേട്ടിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഒരു പറയാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ, കു ആണോ എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഇവൻ മലയാളിയാണോ എന്ന് വരെ സംശയമുണ്ട്. അതുപോലെ ഇവൻ ലൈക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവൻ്റെ തന്ത കാണുന്നുണ്ടോ എന്തോ. കേരളം മൊത്തം മാപ്പ് പറയേണ്ടി വരും. കേരളം മാപ്പ് പറയില്ല. നല്ലതായി അവള് ചത്ത അത്രയും നല്ലത്. നിങ്ങൾ ഓരോരുത്തരായിരിക്കും അതിനുള്ള കാരണം. അതിന്റെ പേരിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടി വരും. അയ്യോ, കേരളമേ മാപ്പ് പറയുന്നത് അനുഭവിച്ച വിക്ടിം ബ്ലെയിമിങ്. ഇത് നടന്നവർക്കേ അറിയത്തുള്ളൂ ഇതിന്റെ വേദന. തെറ്റ് ചെയ്യാണ്ട് കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഏറ്റവും മനസ്സിലായില്ലേ? തെറ്റ് ചെയ്യാണ്ട് നീ തന്നെ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്യാത്ത ഒരാളെ കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനെ തന്നെയാടാ ദീപക്കേട്ടൻ മരിച്ചത്. മനസ്സിലായില്ലേ? കഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ട് നമ്മൾ കുറ്റപ്പെടുത്തുക. ഇവിടെ വിക്ടിമായിട്ട് അവരെ കുറ്റപ്പെടുത്തിയാൽ അപ്പൊ എത്ര വേദന ഉണ്ടാകുമെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവരെ പോലുള്ള നായകൾ മരിച്ചു പോകുന്നത്. ചേട്ടൻ തുണിയിലാണ്ടാണോ വന്നേക്കുന്നത് ഇപ്പം? അടിപൊളി. തുണിയിലാണ്ട് വന്നിട്ടുണ്ട്, നോക്കാം. എനിക്കൊരിക്കലും ഒരാൾ മരണപ്പെടണമെന്ന് ഒരാഗ്രഹവുമില്ല. ഇതേപോലുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നായകൾ, മനുഷ്യൻ കെട്ട ജീവികൾ എപ്പോഴും ഓപ്ഷൻ. അവർ കാരണം നല്ലവരായ മനുഷ്യർ മരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നായകൾ മരിക്കട്ടെ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ഇനി ഇയാൾക്ക് കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും നടക്കുന്നതെങ്കിൽ തന്നെ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി, പാരോളിൽ ഇറങ്ങി ഇയാളുടെ ലൈഫ് മൊത്തം എൻജോയ് ആക്കും. അല്ലെങ്കിൽ തന്നെ ഈ പോലീസൊക്കെ സെറ്റിൽമെന്റ് ചെയ്തിട്ട് ഈ സ്ത്രീയെ കൊണ്ട് കംപ്ലൈന്റ് വിഡ്രോ ചെയ്യിക്കും. എന്നിട്ട് ഇയാളെ മൊത്തം ഫ്രീ ആയിട്ട് ജീവിക്കാൻ അനുവദിക്കും. അപ്പോൾ ഇയാൾ ഇത് കൂടുതൽ ചെയ്യും. ഇനി കുട്ടികളെ വരെ എന്തും ചെയ്യും. ഇയാളെ പോലത്തെ നാങ്കട്ട മനുഷ്യർ. അതിനേക്കാൾ സത്യമായിട്ടും ഗൈസ്, നിങ്ങൾ ഇതിനൊരു വിധി നിങ്ങൾ തന്നെ പറ. ഇവനെ പോലെയുള്ളവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സത്യമായിട്ടല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അവനെ കൈക്കിട്ടി ഇഞ്ചപ്പര് വാക്കാനാണ് തോന്നുന്നത്. ഇവന്ന് വിളിക്കണം ഇവളെന്ന് വിളിക്കണം എന്ന് എനിക്കറിയാം. രണ്ടും കേട്ട ജന്മം തോന്നുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് പേഴ്സണലായിട്ട് നിങ്ങളുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദീപക് എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും മനസ്സിലായൊരു കാര്യമാണ്. അങ്ങേർക്കെതിരായിട്ട് ഇവനെ പോലുള്ള തെണ്ടികൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇവനെ കണ്ടു കിട്ടുന്നവർ ഒന്ന് ദൈവത്തെ ഓർത്ത് അവൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ച് എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. ദൈവത്തെ ഓർത്ത് പ്ലീസ് ഞാൻ കെഞ്ചി ചോദിക്കുകയാണ്. എടാ വിട്ടുകളെ ഗൈസ്, എനിക്ക് ഇവനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇവൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇത് പ്ലേ ചെയ്തത് പോലും നിങ്ങളിത് കാണണം.
ഇവനെപ്പോലുള്ള തെണ്ടികൾ കേരളത്തിലുണ്ടെന്നുള്ളത്. ഇവൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് കേരളത്തിൽ തന്നെ ഉണ്ടോ അത് അറിഞ്ഞൂടെ ഗൈസ്. ഇഞ്ചപ്പൊരു വാക്ക് തോന്നുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.